ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, നീ ഡിവോഴ്സ് പേപ്പറിൽ എത്രയും പെട്ടെന്ന് ഒപ്പിട്, നമുക്ക് രണ്ട് വഴിക്കാകാം, അതന്നെയാണ് നല്ലത്. നിനക്ക് പഠിക്കാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ 1 കോടി രൂപ ഞാൻ തരുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്താ എത്ര ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഞാൻ പോവില്ല, എൻ്റെ ഭർത്താവല്ലേ നിങ്ങളുള്ളിടത്തേ ഞാനും ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഗീതു പറയാണ്. അപ്പോഴേക്കും ഗോവിന്ദ് വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് നീ പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ ഗീതു പറയുന്നുണ്ട്, പോവില്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന്റെ തല സത്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കട്ടിലിരിക്കുകയാണ് ഗോവിന്ദന്റെ തല പിടിച്ച് നിർബന്ധിച്ച് തലയിൽ സത്യം ഇടാൻ ഗീതു, ഞാൻ ഒരിക്കലും പോവില്ല സത്യം എന്ന് പറയുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിലാസിനെ ഭദ്രനെയും കൊണ്ടിട്ട് ചെയ്യാവുന്ന പണിയൊക്കെ പ്രിയ ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇടക്കിടക്ക് പണി കൊടുക്കുന്നതാണ് എന്ന് അവർക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അയ്യോ അച്ഛനമ്മയും ബുദ്ധിമുട്ടിരുന്നിട്ടോ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം കേട്ടോ എന്നൊക്കെ പറയുമെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പുട്ടിനിടയ്ക്ക് തേങ്ങ ചിരകി കയറ്റുന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പണിയും കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രിയ. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ രാധികാമനെയാണ്. രാധികാമൻ പറയുന്നുണ്ട്, ഗീതുവിനോട് വളരെ മോശമായിട്ട് പെരുമാറുന്നൊക്കെ പറയുമ്പോഴേക്കും അവൾ അങ്ങനെ മോശമായിട്ട് പെരുമാറിയെങ്കിൽ എനിക്കത് ചോദിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ രാധികാമൻ പറയുന്നുണ്ട്, എനിക്കോ എൻ്റെ മക്കൾക്കോ, അത് വരുണിനും പ്രിയേട്ടോ ഉദ്ദേശിച്ചത്, മക്കൾക്കോ നിന്റെ ഇവിടെ നിന്നുള്ള ഒരു സ്വത്ത് പോലും വേണ്ട എന്നിങ്ങനെ പറയുവാണ്. അത് കേൾക്കണം നമ്മുടെ ഗോവിന്ദ ദേഷ്യം വരുവാണോ. ഗോവിന്ദ് അത് എന്തായാലും ഗീതുവിനോട് ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഗീതുവിൻ്റെ അടുത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഗീതുവിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ രാധികാമ്മ എടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഗീതു നമ്മുടെ ആ ഒരു കാര്യം എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് രേഖിച്ചിട്ട് ചോദിക്കുകയാണ്, രേഖ ചേച്ചി രാധികാമ്മയുടെ മറ്റേ കാര്യം ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ കാഞ്ചന വരുന്നുണ്ട്, ഏത് മറ്റേ കാര്യമോ, ഏതൊരു മോശം കാര്യമാണോ എന്ന് ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് വരുവാട്ടോ. അപ്പോൾ തന്നെ രാധികാമ്മക്ക് മനസ്സിലായി എല്ലാവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഗോവിന്ദന്റെ മുമ്പിൽ ആ കാര്യം തുറന്നടിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ മാധവൻ സാറ്, അതായത് ഗോവിന്ദന്റെ അച്ഛൻ മാധവൻ നമ്മുടെ രാധിക എന്ന് പറഞ്ഞ രാധികാമ്മ എന്ന് പറഞ്ഞ രാധികയുടെ കഴുത്തിൽ താലി ചാർത്തിയിട്ടില്ല, അവരുടെ വിവാഹം ഇതുവരെയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമെന്ന് അറിയുമ്പോഴാണ് കേട്ടോ രാധികാമ്മയുടെ വായ ഒന്ന് കൂട്ടുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാൻ. റിയൽ എപ്പിസോഡ് വന്നിട്ടില്ല വരുവാണെങ്കിൽ റിവ്യൂ ഇടാം. പിന്നെ ഫേസ് കാണിച്ച് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് യൂട്യൂബിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പാലിച്ചല്ലേ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെയാണ് ബാധിക്കുന്നത്. നാളൊരു സമയത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്ക്രീൻഷോട്ട് ചിലപ്പോൾ ഇട്ടിട്ട് ആൾക്കാർ ഇടുന്നുണ്ടാവും, പക്ഷെ അതൊക്കെ ഒരു താൽക്കാലികം മാത്രമായിരിക്കും. അതായത് 1-2 ദിവസം അതൊക്കെ അത്രയൊക്കെ തന്നെയുള്ളൂ അതിൻ്റെത്. അതുകൊണ്ടാണ് എല്ലാവരും പൂക്കൾ വെച്ചിട്ട് ഇടാനും പാടില്ല എന്നാണ്. നമ്മുടെ ഓൺ കണ്ടന്റ്, നമ്മൾ റിയൽ എന്താണ് അത് തന്നെ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഫേസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിയമത്തിലെ മാറ്റം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. മുമ്പത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന തരത്തിൽ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ച് വീഡിയോ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.